കുറെ കലാകാരന്മാരെ മലയാള നാടിന് സംഭാവന ചെയ്ത ജില്ലയാണ് നമ്മളെ കോഴിക്കോട്. ബാബുക്ക നീട്ടിപ്പാടിയ പെട്ടിപ്പാട്ടി കൈകൊട്ടി താളം തട്ടി കോഴിക്കോട്. ആ കോഴിക്കോട് ജില്ലന്റെ കിഴക്ക് ഭാഗത്ത് നല്ല കാടും മേടും പാടവും പിന്നെ കുറെ നല്ല മനസ്സുള്ള മനുഷ്യന്മാരൊക്കെ ഉള്ള ഒരു മലയോര പ്രദേശമുണ്ട്. അതിന്റെ പേരാണ് വാണിമേല്. അവിടെ ഇരുന്നലാടുമല ഹൗസില് അബ്ദുള്ളാഖാന്റെയും കുഞ്ഞിപ്പാത്ത് താത്താന്റെയും മൂത്തമോ സൗക്കത്തിന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ട. ഈ മാസം 20-ാം തീയതി വ്യാഴാഴ്ചയാണ് ഉറപ്പിച്ച ദിവസം. അപ്പോ ആ ഡേറ്റുകളൊന്ന് അറിയിച്ചും വേണം, ഓനെ പറ്റി കുറച്ച് പറയും വേണം എന്നുള്ള നിലക്ക് വന്നതാണ് ഞാനേ. എന്നാ ആരംഭിച്ചാലോ? പണ്ട് ഓന്റെ അമ്മ കുഞ്ഞിപ്പാത്ത് താത്ത സുബഹിസ്കരിച്ച് നല്ല രുചിയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഓന്റെ പള്ള നിറയോളം കൊടുത്ത് മദ്രസക്ക് പറഞ്ഞയക്കും. പക്ഷെങ്കിൽ ഓനും ഓന്റെ ചങ്ങായി കല്ലരി മുഹമ്മദും LP സ്കൂളില് ആ മദ്രസ ടൈം കജ്ജോളം കുത്തിരിക്കും. ഒരു ദിവസം മൂലേരി പെരിയിൽ വന്നിട്ട് ചെറുക്കൻ മദ്രസക്ക് വരാത്ത കാര്യം തിരക്കി. ഓന്റെ അമ്മ ഉണ്ടോ ഇത് വല്ലതും അറിയണ്? കാര്യം അറിഞ്ഞപ്പോ ഇമ്മ മുണ്ടാതെ നിന്ന്. ഓൻ വന്നിട്ട് ഇമ്മാന്ന് വിളിച്ചാലും പുറത്ത് മട്ടലൂകലും ഒപ്പേരി. പിന്നെ കുറച്ചേരത്തിന് ഓൻ പൂരപ്പറമ്പത്തെ ചണ്ടിയും ഇമ്മ മാരരുവേ. അതിനുശേഷം ഓൻ ബെല്ലടിച്ചിന്റെ മുന്നേ തന്നെ മദ്രസക്ക് എത്തും. ഇവനെ പറ്റിയുള്ള മധു എത്ര പറഞ്ഞാലും തീരൂല. അത്രക്ക് മുന്തിയ സ്വഭാവം അവന്റെ. അത് തിരുത്താൻ എനിക്ക് എന്നല്ല, കേരളത്തിലെ മുഴുവൻ ഉസ്താദന്മാര് വിചാരിച്ചാലും നടക്കൂല. ഇവനോ ഒരക്ഷരം പഠിക്കൂല. എന്നാ പഠിക്കണ കുട്ടികളെ അതിന് സമ്മതിക്കൂല. ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാനും സമ്മതിക്കൂല. ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ കേക്ക ക്രീ ഫ്രൂ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തൊര. അത് ഇവന്റെ തൊള്ളേന്ന് വരുന്നാണ്. ഓന്റെ സ്വഭാവമല്ല റബ്ബറും പന്ത് മാരിയാ. പക്ഷേങ്കി എങ്ങനെയാണെങ്കിലും ആള് സുധനാട്ടോ. പിന്നെ ഓന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല അസല് തള്ള. ഓൻ തള്ളണ തള്ളല് കേട്ടുക്കണ നിങ്ങള് കേട്ടോളി. പണ്ട് ഓനോടുക്കോ പോയപ്പോ ഒരു ആന മതളകി ഒരു നാട് മുഴുവൻ ചവിട്ടി മരിച്ച. ഓൻ ചെന്ന് നോക്കുമ്പോ ആന ചിഹ്നം പൊളിച്ചിങ്ങനെ നിക്കുക. പാപ്പാമാരൊക്കെ പേടിച്ച് തടിയെടുത്തുകൊള്ളു. ഓൻ പതുക്കെ ആനന്റെ ബാക്ക് കൂടെ ചെന്ന് കാലിന്റെ അടിയിൽ കൂടെ പോയി തുമ്പിക്കച്ചുമ്പോ പിടിച്ച് ഒറ്റ വലി. ആനതാ കിടക്കണ് മരന്നടിച്ച് കാലൊക്കെ മേപ്പണ്ടാക്കി കിടക്കുക. ഇജാതി തള്ളു കേട്ടപ്പോ ഓന്റെ ഒരു തുണക്കാരൻ കൊയങ്ങി വീണിട്ട് പറഞ്ഞ് ഇഞ്ഞ പെരീക്കൊന്ന് എത്തിച്ച് ഇച്ച് വള്ളം കുടിച്ച് മരിച്ചാനാണ് തള്ളിക്കോടി അങ്ങോട്ട്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. ഞങ്ങളൊരു സ്ഥാപനം നടത്തില്ല. ഞാനും ബബേട്ടനും ഇവിടെ ഇനി ഓനെ പറ്റി കുറ്റം പറയാൻ തുടങ്ങിയാലോ? ഞമ്മള് കൊയങ്കാന്നല്ലാതെ ആ കുറ്റാണ് കജ്ജൂല്ല. ഇങ്ങനെ നാട്ടില് കുറെ നടന്ന് ഗൾഫിക്ക് കയറി അവിടെ അത്യാവശ്യം പണിയൊക്കെ എടുത്ത് കൂടൽ തുടങ്ങി. ഓന്റെ ഹോബി എന്ന് പറയണത് ഉറക്ക. ഇപ്പൊ അടുത്ത് 5 ദിവസം ഒരുമിച്ച് ഉറങ്ങിയിട്ട് ഗിന്നസ് ബുക്ക് കയറി അവിടെയും കടന്നുറങ്ങി. ഇനി നിങ്ങള് ഓനെ വിളിച്ചാതെ ഉറങ്ങാൻ വിട്ടോ കാണി. ഉറക്കത്തിനൊരു ഓസ്കാർ ഉണ്ടെങ്കിൽ അതും നമ്മളെ സൗക്കൂനേക്കാരം. ഒരു ദിവസം ഗൾഫിൽ കടയിൽ നിന്ന് പണി കഴിഞ്ഞ് വന്ന വ്യാഴാഴ്ച കടന്നിട്ട് ശനിയാഴ്ച ഉച്ചക്ക് നീച്ച് ജുമാക്ക് പോകാൻ നോക്കിയാനാ ഓനെ. ഓ ഉറങ്ങണത് കണ്ട ആർക്കും മനസ്സിലാവൂല. കാരണം ഓൻ ആ പുതപ്പിന്റെ ഉള്ളിലുണ്ട് എന്ന് ഓനക്കും പടച്ചോനും മാത്രമേ അറിയുള്ളൂ. ഉറക്കത്തിന്റെ കിസ്സ കഴിഞ്ഞിട്ടില്ല. നാട്ടിലെല്ലാരും ഇരുന്നലാടുമ്പോ കോണിമ്മ കുത്തിരുന്ന് കിസ്സ പറയുമ്പോ ഓൻ ഓല ബാക്കിൽ കടന്നുറങ്ങിയേക്കാരം. ഒരു ദിവസം ഉറക്കത്തില് ഭയങ്കര ഒച്ചയും വിളിയും. അപ്പൊ നോക്കുമ്പോ എന്താ കുട്ടിയും കോലും കഴിച്ചാണ് ഈ പഹയൻ ഉറക്കത്തില്. ഓനെ പറ്റിട്ട് ഒരു കാസർഗോഡ് കഥ പറയാണ്ട് കേട്ടോളി. ഓനും ഓന്റെ ചങ്ങായിമാരും കാസർഗോഡത്തെ ഒരു തുണക്കാരന്റെ പേരേക്ക് പോയി. അന്ന് അവിടെ കടന്നുറങ്ങി. നേരം പോലത്തെ എല്ലാരും ബാത്റൂമിൽ പോയി വന്ന് പിന്നെ പോയത് ബന. ഈ പഹയനെ പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും 20 മിനിറ്റ് കഴിഞ്ഞിട്ടും 30 കാണാത്തോണ്ട് ഓന്റെ ചങ്ങായിമാര് പോയി നോക്കുമ്പോൾ ആ കാര്യം അറിയണേ. ഓൻക്ക് ഹിന്ദി പാട്ട് കേൾക്കാതെ സംഗതി വരൂല. പിന്നെ തുണക്കാരം ആമീതിച്ച ഹോം തിയേറ്ററിന്റെ 5 ബോക്സും ബാത്റൂമിക്ക് തിരിച്ചുവെച്ചിട്ടാ സംഗതി ഷഡ്ജൊക്കെ വന്നു. പിന്നെ ആൾക്കാരെ ശരിയാക്കാൻ ഓൻ മുടുക്കനാ. നമ്മളെ കേളന്റെ പീടിയിൽ നിൽക്കുന്ന നാണുവിനെ സ്വീപ്പാക്കല അവന്റെ മെയിൻ പണി. ഒരു ദിവസം നാണു പുട്ടുകുത്തുമ്പോ ബാക്ക് പോയിട്ട് ഒരു ഹലാക്കിന്റെ കൊരയാണ്. കൊര കേട്ടിട്ട് നാണുവിന്റെ കച്ചത്തെ പുട്ട് മെയ്താക്കാന്റെ കണ്ടത്തിലേനി. എന്നിട്ട് ഓനൊരു ഡയലോഗും ഒരു സുഖം ഒരു മനസുഖം. ഓന്റെ ഇഷ്ടവസനം ഏതാണ് നിങ്ങൾക്ക് കേൾക്കണ്ടേ? നല്ല അടിച്ചു പരത്തിയ പൊറാട്ട. എത്ര സ്പെഷ്യൽ വസനം ഉണ്ടെങ്കിലും പൊറാട്ട അല്ലെങ്കിൽ ഓനക്കൊരു അരിപ്പ. വേറെ രസം കൂടി പറഞ്ഞുതരാം കേട്ടോളി. ഒരു ദിവസം ഓന്റെ ചങ്ങായിമാരെല്ലാം ഇരുന്ന് സിഗരറ്റ് വലിച്ചേനി. ഈ ചങ്ങായിക്കാണെങ്കിലോ ഇജാതി പരിപാടി ഒന്നും പരിചയമല്ല. തുണക്കാരന്മാര് വലിച്ചിനെ കണ്ടപ്പോ ഓനക്കൊരു പൂതി വെറുതെ ഒന്ന് വലിച്ചു നോക്കിയാലോ. അങ്ങനെ മൂപ്പര് ചുണ്ടത്തെച്ച് ഒരു പുക ഉള്ളിക്കെടുക്കലും ഓന്റെ ഇപ്പാന്റെ അളിയൻ വരവും ഒപ്പേനി. സിഗരറ്റും ഇവിടക്കൊക്കെ എറിഞ്ഞ്. പക്കെങ്കി ഇപ്പാന്റെ അളിയൻ വന്നിട്ട് ചോദിച്ച് എന്തൊക്കെ സൗക്കോ വർത്താനെന്ന്. പെട്ടിലെ മറുപടി പറയാൻ തൊള്ള തുറന്നപ്പോ ഒരു പുണ്ട പുക പുറത്തേക്ക് വന്ന് വല്ല റബ്ബർ ഉണക്കണ പുകപ്പരന്റെ പാരി ഹൈബല്ലാത്തിയാതി. ഏതായാലും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി നടന്നപ്പോ കല്യാണ പ്രായമായി എന്നൊരു തോന്നല് വന്ന്. അങ്ങനെയാണ് ഗൾഫിലെ ഓൻ നാട്ടിക്ക് വരുന്നത്.
അങ്ങനെ നാട്ടിലെത്തി അഡ്രസ് കപ്പൽ തുടങ്ങി. അങ്ങനെ കിട്ടിയ അഡ്രസ്സൊക്കെ വന്നിട്ട് ചെറുക്കനെ കണ്ടിട്ട് വാണം വിട്ട മാതിരിയാ തിരിച്ചു പോണ്. പിന്നെ ഓല അഭിപ്രായം ഇതാണ്, ചെറുക്കന് പ്രായമായിട്ടില്ല, ചെറുതാണ്. പോലീസ് കണ്ട ബാലവിവാഹത്തിന് കേസെടുക്കും. എങ്ങനെയുണ്ട്? അങ്ങനെ ഗൾഫിക്ക് പോക്കും വരവൊക്കെ ആയിട്ട് കുറച്ചു കാലം നീങ്ങി. അവസാനത്തെ വരവില് ഒരു പെരക്കാർ ഓനെ വന്ന് കണ്ടേക്കിന് ഓനോരോട് പറഞ്ഞ് ഞാൻ കുറച്ച് ചെറുതാണെങ്കിലും ഇച്ച് 27 വയസ്സുണ്ട്. അങ്ങനെ വന്നവർക്ക് കാര്യം ബോധിച്ച് ഒരു ദിവസം നിശ്ചയിച്ച് നിക്കാവും കഴിച്ച്. ഓൻ നിക്കാവ് ചെയ്ത പെണ്ണാരാ ഞങ്ങളെ വിചാരം? നമ്മളെ നാദാപുരം പൂലത്ത് അമീറയാണ് ആ മൊഞ്ചിന്റെ കസവ് തട്ടട്ട പെണ്ണ്. ഓള് മൊഞ്ചിന്റെ ബഹറ. കസവിൻ ചെറുതട്ടമിട്ട് പട്ടുടുത്ത് മാലയിട്ട് വരുമോ ബീവിയായി പെണ്ണേ. ഇനി തിരമാല മാത്രം സാന്തായ മതി. അത് സൗക്കൂന്റെ അടുത്ത. അപ്പൊ ഈ ഏപ്രിൽ 20 വ്യാഴാഴ്ച നമ്മളെ സൗക്കൂന്റെ കല്യാണ. ഓനക്ക് ചങ്ങായിമാര് എന്ന് പറയണതോ ഓന്റെ കരലിന്റെ കണ്ടമാരിയ. അപ്പൊ ഓന്റെ കല്യാണത്തിന് സ്പെഷ്യൽ ആശംസ നേർന്നിക്കാണ് ഓന്റെ സ്ഥിരം ഓസി അടിച്ചിന് ടൈഗർ റൌഫ്. ഈ ടൈഗർ റൌഫ് നമ്മളെ സൗക്കൂനോട് സെന്റും ബാച്ചും മൊബൈലൊക്കെ ഓർഡർ ചെയ്തിക്കണ്. സൗക്ക് കൊടുന്നു കൊടുക്കും ചിറ്റും, കാരണം അല്ലെങ്കിൽ സൗക്കൂന് പണിട്ടും. ആശംസക്കാർ ഇഞ്ഞിണ്ട് കേട്ടോ. നമ്മളെ കാലായി മുത്തും ചൊണ്ണി ഇസ്മായിലും പൊന്നാണി നസീമും യാസർ വാണിമേലും പിന്നെ ഭൂമിവാദികത്തെ ഫ്രീക്ക് സോൺ ജൻ ഷോപ്പും പിന്നെ സാസ് റെസ്റ്റോറന്റ് അജ്മാൻ വാട്സപ്പ് കൂട്ടായ്മയിലെ ഓന്റെ ചങ്ക് ബ്രോസും. അപ്പോ ആ ആശംസ ഞാൻ അങ്ങോട്ട് അറിയിച്ച് മിന്നട്ടോ. കുറെ കലാകാരന്മാരെ മലയാള നാടിന് സംഭാവന ചെയ്ത ജില്ലയാണ് നമ്മളെ കോഴിക്കോട്. ബാബുക്ക നീട്ടിപ്പാടിയ പെട്ടിപ്പാട്ടിൽ കൈകൊട്ടി താളം തട്ടി കോഴിക്കോട്. ആ കോഴിക്കോട് ജില്ലന്റെ കിഴക്ക് ഭാഗത്ത് നല്ല കാടും മേടും പാടവും പിന്നെ കുറെ നല്ല മനസ്സുള്ള മനുഷ്യന്മാരൊക്കെ ഉള്ള ഒരു മലയോര പ്രദേശമുണ്ട്. അതിന്റെ പേരാണ് വാണിമേല്. അവിടെ ഇരുന്നലാടുമല ഹൗസില് അബ്ദുള്ളാഖാന്റെയും കുഞ്ഞിപ്പാത്ത് താത്താന്റെയും മൂത്തമോ സൗക്കത്തിന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ട. ഈ മാസം 20 വ്യാഴാഴ്ചയാണ് ഉറപ്പിച്ച ദിവസം. അപ്പോ ആ ഡേറ്റുകളൊന്ന് അറിയിച്ചും വേണം, ഓനെ പറ്റി കുറച്ച് പറയും വേണം എന്നുള്ള നിലക്ക് വന്നതാണ് ഞാൻ.